സാറേ, കാനേഡിയൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പിന്തുണ ഘടകകക്ഷിയിൽ പിൻവലിച്ചു. നമ്മുടെ ഈ സിഖ് അനുകൂല ഒരു സംഘടനയാണ്. അവിടുത്തെ ഇപ്പോൾ അവിടെ കണ്ടമാനം സിഖുകാരുണ്ട്. അവിടുത്തെ ഭരണത്തെ നിയന്ത്രിക്കത്തക്ക രീതിയിലുള്ള എം പിമാരെയൊക്കെ അവരുടെ പക്കലുണ്ട്. 25 എം പിമാരോളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കണക്കിന് കൃത്യം അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം ഈ ഇന്ത്യക്ക് എതിരായിട്ട് നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരാളാണ്. ഇപ്പം ഭരണം കയ്യിൽ നിന്ന് പോകും എന്നാണ് റിപ്പോർട്ടുകൾ. പുള്ളി പോകത്തില്ല എന്ന് പറയുന്നു. പ്രതിപക്ഷത്തെ പിടിച്ചുകൊണ്ടിരിക്കുമെന്നും ഒക്കെ പറയുന്നു. സിഖുകാർക്ക് അവിടെ സ്വാധീനം ഇന്നും നിലനിർത്തുന്നുണ്ട്. 200 വർഷമായിട്ട് അവർക്ക് സ്വാധീനമുണ്ട്. 200 വർഷം. പിന്നെ അവര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആണ് ഗദ്ദാ സമരം എന്ന് പറയും. അത് 1 ലോക മഹായുദ്ധ സമയത്ത് 1914 സമയത്താണ് ഗദ്ദാ മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അത് ഇന്ത്യയിലേക്ക് രഹസ്യമായ ആയുധം എത്തിച്ച് ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാന്നുണ്ടായിരുന്നു. ഈ ഗദ്ദാ മൂവ്മെന്റ് നേതൃത്വം നൽകിയത് അവിടെയുള്ള കനേഡിയക്കാരായിട്ടുള്ള സിഖുകാരാണ്. പിന്നെ സിഖുകാർ കനഡയിലേക്ക് പണ്ട് മൈഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭാഗമായിരുന്നല്ലോ കാനഡ. അപ്പോൾ ഇന്ത്യക്കാർക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. അങ്ങനെ ഒരുപാട് സിഖുകാർ അവിടെ പോയി മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ജോലിക്കാരായിട്ടാണ് പോയത്. പിന്നെ അവരുടെ ഓണ്ടർപ്രണേഴ്സൊക്കെ ആയിട്ട് മാറി. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് അങ്ങനെയാണ്. അവർക്ക് ഇന്ത്യനോടാണ് ദേശീയ സംസ്കാരമാണ്. അപ്പം ബ്രിട്ടീഷുകാരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി അവർ വിപ്ലവ പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കി. അതാണ് ഗദ്ദർ പാർട്ടി. വലിയ മൂവ്മെൻ്റ് ആയിരുന്നു അത്. അന്ന് അവരുടെ ബ്രിട്ടീഷ് IB എന്നാൽ ഇന്ത്യൻ IB, അന്നത്തെ ഇന്ത്യൻ IB പിടിച്ചതല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദനയായി പോയിരുന്നു. അവർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഗനൈസ് ചെയ്ത് ആയുധമൊക്കെ ഒളിച്ച് കടത്തി കലാപം തുടങ്ങാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ 1 ലോക മഹായുദ്ധം നടക്കും. ആ കലാപം ഇന്ത്യ തുടങ്ങിയത് ബ്രിട്ടീഷുകാർ പെട്ടുപോയി. 1 ലോക മഹായുദ്ധം നടക്കുക കോൺഗ്രസ് ഒക്കെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതല്ലേ. കാരണം 1 ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ്, കാനഡയ്ക്കുള്ള സ്റ്റാറ്റസ് എന്ന സ്വയംഭരണം, വിദേശകാര്യം, ലോ ആൻഡ് ഓർഡർ, ടെലികമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ 1-2 വിഷയങ്ങൾ വെച്ചിട്ട് ബാക്കി എല്ലാവരും ഇന്ത്യക്കാർക്ക് സ്വയം തീരുമാനിക്കുന്നത്. അതാണ് കാനഡയ്ക്ക് ആ പാവായ നന്നുണ്ടായിരുന്നു. ഓസ്ട്രേലിയക്ക് ഈ ഡൊമീനിയൻ സ്റ്റാറ്റസ് ഇന്ത്യക്ക് തരുമെന്നാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരും ഗാന്ധിയൊക്കെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതാണെന്ന്. പക്ഷേ യുദ്ധം ജയിച്ചോടുകൂടി ബ്രിട്ടീഷുകാരുടെ സ്വഭാവം മാറി. അതോടുകൂടി ഗാന്ധി അതിശക്തമായി ഖിലാഫത്ത് ഇൻസാറിന്റെ പ്രസ്ഥാനം തുടങ്ങുന്നത്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം അന്നേ അവർ സ്ട്രോങ് ആണ് അവിടെ. അപ്പോൾ സ്ട്രോങ് ആയി വന്നിട്ട് പിന്നെ പോയാലും ഇവർ ബിസിനസ് ചെയ്തു. അവിടുത്തെ പ്രധാനപ്പെട്ട വിഭാഗമായി. അവിടെ പോപ്പുലേഷൻ വളരെ കുറവും, വാസ്റ്റ് രാജ്യമാണല്ലോ. ഇന്ത്യൻ കമ്മ്യൂണിറ്റി, അത് ഏഷ്യൻ കമ്മ്യൂണിറ്റി പോയി ഒരുമിച്ച് താമസിക്കുന്ന ആളുകളാണ്. അവർക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക ഐക്യമുണ്ട്, ഒരു ഭയങ്കര സ്വത്വബോധമൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ അവർ അവിടെ ചില പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് അവിടെ അവരുടെ കോൺസെൻട്രേഷൻ നടത്തിക്കൊണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥികളും നിർണ്ണയിക്കുന്നതിനും ജയിപ്പിക്കുന്നതിനും പ്രധാനപ്പെട്ട പങ്കായി. അങ്ങനെ ഒരു 1950 ആകുമ്പോഴേക്ക് പതുക്കെ അവിടുത്തെ ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ പ്രധാനപ്പെട്ട ഘടകമായി സിഖുകാർ മാറി. പിന്നെയും ഖലിസ്ഥാൻ മൂവ്മെന്റ് നടന്ന സമയത്ത് അതിന്റെ പ്രധാനപ്പെട്ട ഫണ്ടിങ് ഇവരായിരുന്നു. അന്നിന് അമേരിക്കയ്ക്ക് ഇവരെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പാകിസ്ഥാന്റെ സപ്പോർട്ട് ഇവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കനിഷ്ക വിമാനം ബോംബ് വെച്ച് അങ്ങനെയല്ലേ. അവിടെ സിംഗപ്പൂരല്ല, കനേഡിയൻകാരായ സിഖുകാരാണ് കനിഷ്ക വിമാനം വെടിവെച്ചത്. അന്ന് അങ്ങനെ വിമാനത്തിൽ അറ്റാക്ക് ഉണ്ടാവുന്ന നമുക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നതാണ്. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് നമ്മൾ കാനഡയ്ക്ക് കൈമാറിയതാണ്. പക്ഷേ കാനഡ അത് സീരിയസ് ആയി എടുത്തില്ല, അല്ലെങ്കിൽ കണ്ണടച്ചു കൊടുത്തു. അത് ഭയങ്കര രസമാണ്. ഈ ബോംബ് വെച്ചവൻ വരുന്നത് എനിക്ക് നിർബന്ധമായിട്ടും, അയാൾ കയ്യിൽ ടിക്കറ്റ് ഇല്ലായിരുന്നു ഫ്ലൈറ്റിൽ, എനിക്ക് നിർബന്ധമായിട്ടും ഈ ഫ്ലൈറ്റ് പിടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് കരഞ്ഞു പിടിച്ചിട്ട് ആണ് ഇവന് ടിക്കറ്റ് കൊടുത്തത്. ടിക്കറ്റ് കൊടുത്തപ്പോൾ എന്നിട്ട് ഈ ബോംബ് ഇതിൽ കയറി പോവുകയും ചെയ്തു. എന്നിട്ട് ഇവനെ വിമാനത്തിൽ കയറിയില്ല. ലഗേജിന്റെ കൂടെ ഇവനെ വിമാനത്തിൽ കയറിയതുമില്ല. അപ്പൊ ഉറപ്പല്ലേ, അന്നവൻ തന്നെ സംശയിക്കണ്ടേ. അതിന് മുമ്പ് ജപ്പാനിൽ ഇവര് ബോംബ് വെക്കാൻ ശ്രമിച്ചതാണ്. അത് പക്ഷേ ഈ കുറേ ഹാൻഡിൽ ചെയ്യുമ്പോൾ വിമാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പൊട്ടിയിട്ട് 1-2 ആളുകൾ അവിടെ മരിച്ചു. അതുകൊണ്ട് അത് നടന്നില്ല. അപ്പൊ ഇതിന്നൊക്കെ ഇന്ത്യക്കെതിരെ ഇവര് കാനഡ സിഖുകാർ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉറപ്പായിരുന്നു. ഇതിൽ മരിച്ചത് ബ്രിട്ടീഷുകാരുണ്ട്. ഈ ലണ്ടൻ വഴി ഇന്ത്യയിലേക്ക് വരുന്ന ഫ്ലൈറ്റിനാണ് ഇവർ വെച്ചിരിക്കുന്നത്. ആകാശത്ത് കൊണ്ട് പോയപ്പോൾ ഇന്ത്യക്കാരും ലണ്ടൻകാരും ഈ ഇംഗ്ലീഷുകാരൊക്കെ മരിച്ചത്. അവരൊക്കെ വെറുതെ വിടുകയും ചെയ്തു. ചെറിയ ശിക്ഷ കൊടുത്ത് വെറുതെ വിട്ടു. അവരെയൊക്കെ ചില ആളുകളെയൊക്കെയാണ് ഇപ്പൊ അജ്ഞാതന്മാർ കൊന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിഖ് തീവ്രവാദം ഇവിടെ നമ്മൾ അടിച്ചമർത്തി. ഇന്ദിരാഗാന്ധി വാദത്തിനൊക്കെ അവിടെ നിന്ന് ഫണ്ട് വന്നിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ആരൊക്കെ കളിച്ചു നിങ്ങൾ ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ. സിഖ് തീവ്രവാദത്തിന് പിന്നിൽ ആരാണ്? അവരൊക്കെ തന്നെ ഇന്ദിരാവാദത്തിന് പിന്നിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഖലിസ്ഥാൻ തീവ്രവാദം ഇവിടെ അവസാനിച്ചെങ്കിൽ അവിടെ അത് പച്ചപ്പാണ്. അവർക്കൊരു രാജ്യം, അവർക്ക് ഇസ്രായേൽ വേണം ഇന്ത്യയിൽ. ജൂതന്മാർക്ക് സ്വന്തം രാഷ്ട്രം വേണം പോലെ വേണ്ടതുപോലെ അവർക്കൊരു ഇന്ത്യയിൽ ഖലിസ്ഥാൻ വേണം. അതിന് പാകിസ്ഥാന്റെ സപ്പോർട്ടുണ്ട്, അമേരിക്കന്റെ സപ്പോർട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഇവിടെ ചെറിയ രാജ്യങ്ങളാക്കണം. കേരളമൊക്കെ ചെറിയ രാജ്യമാക്കാൻ അമേരിക്കയ്ക്ക് പ്ലാൻ ഉണ്ട്. പക്ഷെ സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ്. അതിനുള്ള പണിയൊക്കെ അവർ എടുക്കുന്നുണ്ട്. സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ചെറിയ രാജ്യങ്ങളാക്കി മാറ്റുക എന്നുള്ളത്. എങ്കിലും അവരുടെ കൺട്രോൾ കിട്ടും.
ഈ ഖാലിസ്ഥാൻ വേണമെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ, ഇവരുടെ ഉദ്ദേശത്തിലുള്ള ഖാലിസ്ഥാൻ പഞ്ചാബ് മാത്രമാണോ അതോ വേറെ ചില പ്രദേശങ്ങൾ? പാകിസ്ഥാന്റെ പ്രദേശം അതിൽ പെടും, പക്ഷെ പാകിസ്ഥാന്റെ പ്രദേശം തൽക്കാലം അവർ പറയില്ല. സപ്പോർട്ട് കിട്ടണ്ടേ. മനസ്സ് അവിടെ ഖാലിസ്ഥാൻ ഉണ്ടാക്കിയ ഏറ്റവും കൂടുതൽ തലവേദനാകുമ്പോൾ പാകിസ്ഥാനികൾ. ആ പാകിസ്ഥാൻ പഞ്ചാബും കൂടി അവർ ആവശ്യപ്പെടും. അവർക്ക് അതിനുള്ള മീൻസും ഉണ്ട്. ഇവർ വളരെ ഓണ്ടർപ്രണർ ക്ലാസ് ആണ് ഈ സർദാർജിമാർ. നല്ല കർഷകരുമാണ്, നല്ല ബിസിനസ്മാൻമാരുമാണ്. കാനഡയിൽ ഇവർക്ക് വലിയ സ്വാധീനമുണ്ട്. അപ്പൊ അമേരിക്കയിൽ എങ്ങനെയാണ് ജൂതന്മാർ, അതുപോലെയാണ് കാനഡയിൽ ഇവർ. ജൂതന്മാർ കുറച്ചേ അവിടെ ഉള്ളൂ, ഉള്ളവന്മാർ വളരെ സ്ട്രോങ് ആണ്, എക്കണോമിക്കലി സ്ട്രോങ് ആണ്. ഇലക്ട്രോറൽ പൊളിറ്റിക്സിനെ അവർക്ക് സ്വാധീനിക്കാൻ പറ്റും. ഇടയ്ക്ക് കാനഡയിലെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ വന്നപ്പോൾ അയാൾ മൻമോഹൻ സിംഗിനോട് പറഞ്ഞു, നിങ്ങളുടെ ക്യാബിനറ്റ് ഉള്ളേക്കാണ്ട് കൂടുതൽ സിക്കാർ എൻ്റെ ക്യാബിനറ്റിൽ ഉണ്ടെന്നാണ്. ശരിയാണ്, 3-4 സിക്കാരുണ്ടായിരുന്നു പ്രധാനപ്പെട്ട പദവികളിൽ. പിന്നെ അപ്പം ആ ഒരു ഖലിസ്ഥാൻ വാദം പച്ചിച്ച് കിടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പുറത്തെടുക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ മോഡി വന്നപ്പോഴാണ് ഈ കർഷക സമരങ്ങളൊക്കെ വഴി അവർ വീണ്ടും സജീവമായത്. പിന്നെ മോഡി പറഞ്ഞ അമേരിക്ക വിചാരിച്ച പോലെ നീങ്ങാത്തോണ്ട് മോഡിക്കെതിരെ നിങ്ങളുടെ എല്ലാ സോഴ്സസും അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവരിപ്പോൾ ഇന്ത്യക്കെതിരെ കളി. ഇയാളെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യും. ഇയാൾ ഭയങ്കര സെക്യുലർ. മോഡിക്കും ഈ പറയുന്ന ട്രംപിനും എതിരെയൊക്കെ ബദൽ എന്ന രീതിയിലാണ് ഇങ്ങനെ അന്താരാഷ്ട്രത്തിലെ ലിബറൽ മീഡിയ ഉയർത്തി കാണിച്ചത്. ജസ്റ്റിൻ ട്രൂഡോ എനിക്ക് ഇയാളെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം മുസ്ലിങ്ങളോടും സിഖുകാരോടും ഹിന്ദുക്കളോടൊക്കെ അയാൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ ഇത് വന്നിപ്പോ എന്താ, ഈ സിഖുകാർ ഇയാളെ വെച്ച് ഇവരുടെ കാര്യത്തിനാണ്. ഇപ്പം പണ്ടത്തെ പോലെ നടക്കുന്നുണ്ടാവില്ല. നടക്കുന്നില്ല. പിന്നെ ഇവന്മാരുടെ താല്പര്യമല്ലേ ഉള്ളൂ. ഇവന്മാർക്ക് കാനഡ എന്ന രാജ്യത്തോട് ഒരു താല്പര്യമില്ല. ഇവന്മാർക്ക് ഇന്ത്യയിൽ ഖലിസ്ഥാൻ ഉണ്ടാക്കണം, ഇന്ത്യയിൽ ഇസ്രായേൽ ഉണ്ടാക്കണം. അതാണ് ഇവന്മാരുടെ പരിപാടി. അതിനുവേണ്ടിയുള്ള ഫണ്ട് സ്വരൂപിക്കവിടെ. അതെ അതെ. മാത്രമല്ല ലോജിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആയുധങ്ങൾ. രണ്ടാമത് അവിടുത്തെ പൗരന്മാരൊക്കെ ആരെങ്കിലും ഇന്റർനാഷണൽ വെടിവെച്ച് വന്ന വലിയ വിഷയമാവും. ഇപ്പം തന്നെ വിഷയമായിരിക്കും അമേരിക്കൻ പൗരനായ സിഖാനെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയെന്നുള്ളതാണ്. ഒരാളെ കൊന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പം പ്രശ്നമായത്. ഇതെല്ലാം കൂടിയാണ് മോഡിക്കെതിരെ ഇപ്പം അമേരിക്ക കളിക്കുന്നത്. അമേരിക്ക കളിക്കുന്ന അതേ കളി മോഡി കളിച്ചു തുടങ്ങി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അത്രയും കളിക്കാൻ മാത്രം വളർന്നിട്ടില്ല. എസ്പെഷ്യലി അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒന്നും പോയി കളി കളിക്കാൻ നമ്മൾ, കാനഡയിലും ഫ്രാൻസിലും കളിക്കാനായിട്ടില്ല. ഇംഗ്ലണ്ടിലും ഈ പറയുന്ന ചെറിയ പോളണ്ടിലൊക്കെ പോയി കളിക്കുക. ഈ വലിയ രാജ്യങ്ങളിൽ പോയി കളിക്കാൻ നമ്മൾ നമ്മളെ തകർത്ത് കളയും. നമ്മൾ അഹങ്കാരമായിട്ട്. അത് മോഡിക്ക് പറ്റിയൊരു സ്ട്രാറ്റജി മിസ്റ്റേക്കാണ്. അതിന് പിന്നിൽ ഈ അജ്ഞാതയ്ക്ക് പിന്നിൽ ഇന്ത്യ ആണെങ്കിൽ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല. സ്ഥിരീകരണം ഇല്ലാത്തതാണ്. ഈ കളിക്കുമ്പോൾ നമ്മൾ തരം പറഞ്ഞ് കളിക്കണം, അല്ലെങ്കിൽ വലിയ പിടി കിട്ടും. ഈ നമ്മുടെ ഈ ഇപ്പം തന്നെ ഈ സിഖുകാരുടെ കാര്യം പറയുന്നുണ്ട്. സിഖുകാർ ഏറ്റവും വലിയ ദേശസ്നേഹികളാണ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്നേഹമുള്ള ആളുകളായിരുന്നു. ഈ അവരുടെ അവിടുത്തെ ഒരു സുവർണ ക്ഷേത്രത്തിലെ ആ ഒരു അറ്റാക്കോട് കൂടിയാണ് ഈ സിഖുകാരും ഇന്ത്യയും ഹിന്ദുക്കളും തമ്മിൽ ഇത്തരത്തിലുള്ളൊരു ഫൈറ്റോ അല്ലെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നൊരു മത്സര സ്വഭാവത്തിൽ ഈ പറയുന്ന കണക്ക് ഈ മുസ്ലിം തീവ്രവാദത്തെക്കാട്ടിൽ മോശമായിട്ടിരിക്കുകയല്ലേ. അത് 70s 80s കൂടിയാ. ഈ വിഭജനത്തിന്റെ കാലത്ത് അവിടെ ഹിന്ദുക്കളും പിന്നെ സിഖുകാരും ഒരുമിച്ച് മുസ്ലിങ്ങളെ കൊല്ലായിരുന്നു. മുസ്ലിങ്ങൾ അപ്പുറത്ത് പാകിസ്ഥാനിൽ ഒരുമിച്ച് സിഖുകാരെ ഹിന്ദുക്കളെയും കൊല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി പഞ്ചാബ് ഒരു രാജ്യമായിട്ടൊക്കെ മാറി. അപ്പൊ അവരുടെ ഇടയിൽ പതുക്കെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ തലവെത്തി. ഭിന്ദ്രംവാല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി അതിനെ ഒരു വിഭാഗത്തിന് സപ്പോർട്ടും ചെയ്തു. ഈ സപ്പോർട്ട് ചെയ്ത വിഭാഗമാണ് അവസാനം ഇന്ദിരാഗാന്ധിനെ കൊന്നത്. കാരണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ആന്റി നാഷണൽ. ഇപ്പൊ ഈ ഖലിസ്ഥാനിൽ ഫണ്ട് വന്നു. അതിലിപ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ ഉണ്ട്. പാകിസ്ഥാൻ വഴിയാണ് ഫണ്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അത് കാനഡ, അമേരിക്ക വഴിയുള്ള ഫണ്ടിങ് ആണ് നടന്നുകൊണ്ടിരുന്നത്. പാകിസ്ഥാൻ എന്ന അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഹബ്ബ് വരുന്നു. കാരണം സോവിയറ്റ് റഷ്യക്കെതിരെ അഫ്ഗാനിസ്ഥാനിൽ ഫൈറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ആയുധങ്ങളൊക്കെ റീറൂട്ട് ചെയ്തും കൊണ്ടുവന്നിരുന്നു. അപ്പം ഈ പറയുന്ന അങ്ങനെയാണ് ഈ പറയുന്ന 80കളിൽ ഇന്ത്യ വിരുദ്ധ ഖലിസ്ഥാൻ മൂവ്മെന്റ് ഉണ്ടായത്. അപ്പൊ അവർക്ക് എന്ന് വെച്ചാൽ പിന്നെ എന്തെന്ന് വെച്ചാൽ ഒരു രാജ്യം വേണമെന്നായി ഈ തീവ്രവാദി അവിടെ ഇന്ദിരാഗാന്ധിക്ക് തലവേദന ആയിട്ടുള്ള അകാലിദളിനെതിരെയാണ് ഈ തീവ്രവാദ വിവാദം വളർത്തി. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, വളരെ ലിബറൽ ആയിട്ടുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രധാന ഭരണകക്ഷിക്ക് എതിരാകുമ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സംസ്ഥാനങ്ങൾ താൻ കേന്ദ്രത്തിലാണ് ഇവർക്കെതിരെ ഒരു ബദലിനെ വളർത്തിക്കൊണ്ടുവരും. ഇപ്പൊ മുസ്ലിം ലീഗിനെതിരെ ഇവിടെ ചില ബദലിനെ വളർത്തിക്കൊണ്ടുവരാൻ ചിലർ ശ്രമിക്കുന്നുണ്ടല്ലോ. ഈ ബദൽ വലിയ വിഷമായിരിക്കും, തൽക്കാലം ഗുണം ചെയ്യും. ഇന്ദിരാഗാന്ധി ഇങ്ങനെ ബദലിനെ വളർത്തിക്കൊണ്ടുവന്നു. ഈ ബദൽ അവസാനം എന്ത് ചെയ്തു? ഇന്ദിരാഗാന്ധിയെ തന്നെ വെടിവെച്ചു. അവരാണ് ഖലിസ്ഥാൻ വാദം ഉയർത്തിയത്. ആ ഖലിസ്ഥാൻ വാദം അവിടെ തൽക്കാലം അടിച്ചമർത്തിയെങ്കിൽ അതിന്റെ റൂട്ട്സ് വളരെ സജീവമാണ്. അതിന്റെ കേന്ദ്രം കാനഡയാണ്. ഇപ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. അതിന്റെ കേന്ദ്രം കാനഡയാണ്. ഈ കർഷക വിരുദ്ധ സമരത്തിലെല്ലാം അവർ നൊഴിഞ്ഞു കയറിയിരുന്നു. അത് സത്യമാണ്. അല്ല, അത് ഇപ്പോൾ വളരെ ഞാനീ പറഞ്ഞതുപോലെ അതിന്റെ അവസ്ഥ വളരെ മോശമാണെന്നാണ്. ഇന്ത്യക്കെതിരെ അവരുടെ ആ പ്രദേശം എന്ന് വെച്ചാൽ ആ പ്രദേശത്ത് ഭയങ്കര ഈ ഹരിത വിപ്ലവത്തോടു കൂടി വലിയ രീതിയിൽ സാമ്പത്തിക പുരോഗതി നേടിയ പ്രദേശമാണ് പഞ്ചാബ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം കേരളത്തിലെ കാണുന്ന മാറ്റം പഞ്ചാബില് ഒരു 90കൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പിള്ളേർക്കൊക്കെ ഇഷ്ടംപോലെ പൈസയൊക്കെ കയ്യിലുണ്ട്. അച്ഛനും അമ്മയ്ക്ക് സ്വത്തിന് ഒരുപാട് ആളുകൾ വിദേശത്താണ്.
അപ്പോൾ ഈ അടുത്ത് പാകിസ്ഥാൻ ഉണ്ട്. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഉണ്ടാക്കുന്ന ഈ ഹാഷിഷ് ഒക്കെ ഇഷ്ടംപോലെ അവിടെ വന്നു തുടങ്ങി. ഇപ്പോൾ അവിടെ വലിയൊരു വിഭാഗം, അവിടെ ശരിക്കും നമ്മൾ ഒരു ഓപ്പിയം ബാർ നേരിട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ചൈനക്കാരെ ഈ മടിയന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഓപ്പിയം അങ്ങോട്ട് കയറ്റി വെച്ചത്. അതിന് ചൈനക്കാരുടെ എതിർത്താണ് ഓപ്പിയം ബാസ്. അതുപോലെ ഈ പഞ്ചാബികളെ മടിയന്മാരാക്കിയിട്ടും ഇന്ത്യ വിരുദ്ധരാക്കാനും വേണ്ടിയിട്ട് ഇഷ്ടംപോലെ മയക്കുമരുന്ന് അവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ മയക്കുമരുന്ന് കളിച്ചത് അവിടെ വലിയൊരു പ്രശ്നമാണ്. അവിടെ നല്ലൊരു വിഭാഗം ജനങ്ങളും മയക്കുമരുന്ന് യുവാക്കളും. പിന്നെ അവർക്ക് രാഷ്ട്രീയമായി വലിയ താല്പര്യമൊന്നുമില്ല. അവിടെയാണ് ഈ ആം ആദ്മി പാർട്ടിയൊക്കെ കയറുന്നത്. ആം ആദ്മി പാർട്ടിക്കും വേറെ രാഷ്ട്രീയ താല്പര്യമൊന്നും ഇല്ലല്ലോ, രാഷ്ട്രീയ താല്പര്യങ്ങൾ അരാജകവാദികളാണ്. അപ്പം പഞ്ചാബ് വളരെ വൾണറബിൾ ആയിട്ടുള്ള പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് മോഡി വളരെ ശക്തമായിട്ട് ഇന്റേണൽ സെക്യൂരിറ്റി കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ സത്യത്തിൽ എനിക്കൊന്ന് കാശ്മീരിനെക്കാട്ടും ഒരു പൊട്ടൻഷ്യൽ തെറ്റ് നമുക്ക് ഈ പഞ്ചാബാണ്.